മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയിൽ നിന്നും അളവറ്റ കാരുണ്യവും സ്നേഹവും നിങ്ങൾ ഓരോരുത്തരിലേക്കും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലേക്കും ഒഴുകിയിറങ്ങുന്ന നേഴ്സസ് ടൈമിൻ്റെ അനുഗ്രഹീതമായ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവവിശ്വാസമുള്ള വ്യക്തികൾ തങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രത്യേകമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ മറ്റുള്ളവരോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടാറുണ്ടല്ലേ? നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഈശോ ശ്രവിക്കുന്നു. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ടോം ഉഴുന്നാലിൽ അച്ഛൻ്റെ മോചനം. ഇപ്പോൾ നാമും പ്രാർത്ഥിക്കുകയാണ് ലോകം മുഴുവനിലുമുള്ള നഴ്സുമാർക്ക് വേണ്ടി, അവർ ശുശ്രൂഷിക്കുന്ന രോഗികൾക്ക് വേണ്ടി. ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവരുടെയും ജീവിതങ്ങളിലേക്ക് യേശുവിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യമുണ്ടാകട്ടെ. രോഗികൾ സുഖപ്പെടട്ടെ. തകർന്നു കിടക്കുന്ന ജീവിതങ്ങൾ പുതുജീവൻ പ്രാപിക്കട്ടെ. അവിശ്വാസികൾ വിശ്വാസത്തിലേക്ക് കടന്നു വരട്ടെ. മുസഫയിലെ സ്നേഹബഹുമാനപ്പെട്ട സേവ്യർ അച്ഛനോടും നേഴ്സസ് മിനിസ്ട്രി സഹോദരങ്ങളോടും ചേർന്ന് ദിവ്യകാരുണ്യ ഈശോയെ നമുക്ക് ആരാധിക്കാം. തിരുവോസ്തിരൂപ മാലാഖമാരോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ നേർന്ന് സ്തുതിക്കുന്നു. ഈശോനാഥ, അങ്ങ് വചനത്തിൽ അരുളി ചെയ്യുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തതെന്ന്. ഈശോയെ, അങ്ങ് തിരഞ്ഞെടുത്ത വഴികളെ ഞങ്ങൾ ഓർക്കുന്നു. ഈശോനാഥ, നേഴ്സിംഗ് പഠനത്തിനായിട്ട് ഞങ്ങളെ അയച്ച് ഞങ്ങളെ മാതാപിതാക്കളെ, അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും തന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ, ഞങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെ, ഞങ്ങളുടെ മേലധികാരികളെ, ഞങ്ങളുടെ കൂടെ എന്നും തുണയായി നിന്ന് ഞങ്ങളുടെ സഹപ്രവർത്തകരെ. നേഴ്സിംഗ് ഒരു പ്രൊഫഷൻ മാത്രമല്ല, അത് അങ്ങയുടെ രക്ഷാകര പദ്ധതിയിലേക്കുള്ള വിളിയാണെന്ന് തിരിച്ചറിയുവാനായിട്ട് ഞങ്ങൾക്കായി അങ്ങ് തന്ന നേഴ്സസ് മിനിസ്ട്രിയിലൂടെ ഞങ്ങളെ ഓരോ നിമിഷവും നയിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ആത്മീയ പിതാക്കന്മാരെ, ഞങ്ങളുടെ ലീഡേഴ്സിനെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ലോകമെമ്പാടുമുള്ള 2 കോടി നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും എല്ലാം ഈശോനാഥ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഈ നിമിഷം ഞങ്ങൾ സമർപ്പിക്കുന്നു.
ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിരവധിയായി ചൊരിഞ്ഞ എല്ലാ കൃപകളെയും അങ്ങ് വഴി നടത്തിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്തുകൊണ്ട് ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ കരങ്ങളും സ്വരവും ഉയർത്തി ഈശോയെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. നന്ദി, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. നന്ദി, ആരാധന, 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 ആരാധന. സ്വീകരിക്കുവാനായിട്ട്, നിൻ്റെ മാറോട് ചേർത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുവാനായിട്ട് ഞങ്ങളുടെ മുമ്പിലായിരിക്കുന്ന തമ്പുരാനെ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ ഈ നിമിഷങ്ങളിൽ അനുഭവിക്കുന്നു. പൊന്നു തമ്പുരാനെ, ഞങ്ങളുടെ വേദനകളെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ബന്ധനങ്ങളെ എല്ലാം ഞങ്ങൾ ഈ നിമിഷങ്ങളിൽ സമർപ്പിക്കുന്നു നാഥ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ രോഗാവസ്ഥകളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ രോഗങ്ങളെയും ഒക്കെ സമർപ്പിക്കുന്നു പൊന്നു തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് വിട്ടുമാറാത്ത ഞങ്ങളുടെ വെറുപ്പിനെയും വിദ്വേഷത്തെയും എല്ലാം സമർപ്പിക്കുന്നു ഈശോയെ. സൗഖ്യദായകനായ നാഥ, ഞങ്ങളെ പൂർണ്ണമായിട്ടും അങ്ങയുടെ തിരുരക്തത്താൽ കഴുകണമേ. ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ശിരസ് മുതൽ പാദം വരെയുള്ള എല്ലാ കോശങ്ങളിലേക്കും അങ്ങയുടെ തിരുരക്തം ഒഴുക്കണമേ ഈശോയെ. നാഥ, അങ്ങ് വചനത്തിലൂടെ അരുളി ചെയ്യുന്നു, എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുമെന്ന്. ഈശോയെ നാഥ, ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കായിട്ട്, ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹൃദയം തുറന്ന് ഈശോയെ, ഞങ്ങളുടെ എല്ലാ അവസ്ഥകളെയും അറിയുന്ന തമ്പുരാനെ, നിൻ്റെ മുമ്പിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെയും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ വലിയ കൃപയാൽ ഈ നിമിഷങ്ങളിൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് നിന്നോട് ഞങ്ങൾ സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കുന്ന നാഥ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, നന്ദി, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാ ദൈവമേ, അങ്ങേയ്ക്കാരാധന. പിതാവിനും പുത്രനും സമനായ ദൈവമേ, അങ്ങേയ്ക്കാരാധന. കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവേ, സ്നേഹമുള്ള ഞങ്ങളുടെ അപ്പച്ച, അയോഗ്യരായിരുന്നിട്ടും ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാർക്ക് വേണ്ടിയും അങ്ങയുടെ മുമ്പിൽ ഞങ്ങളിപ്പോൾ യാചിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷയിലൂടെ അവിടുത്തെ കാണുവാനും അവിടുത്തെ സ്നേഹം അനുഭവിച്ചറിയുവാനും ഉള്ള കൃപ നീ തന്നതിന് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. എല്ലാ മക്കളെയും ഇന്നേ സമയം നീ അനുഗ്രഹിക്കണമേ ഈശോയെ. നേഴ്സിംഗ് പ്രൊഫഷനെ ഇഷ്ടമില്ലാതെ ചെയ്യുന്നവരോട് എല്ലാ മക്കളെയും, ഞങ്ങളുടെ സഹോദര സഹോദരങ്ങളെയും എല്ലാം പ്രത്യേകമായി അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് ആരാധിക്കുന്നു. നാഥാവരേണമേ, എന്നിൽ നിറയണമേ. നാഥാവരേണമേ, എന്നിൽ നിറയണമേ. നാഥാവരേണമേ, എന്നിൽ നിറയണമേ. നാഥാവരേണമേ,
ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പലപ്പോഴും ഞങ്ങളുടെ സമാധാനം നശിപ്പിക്കുന്നത് ഞങ്ങൾ ക്ഷമിക്കുവാനും മറക്കുവാനും കഴിവില്ലാത്തതുകൊണ്ടും ഞങ്ങളത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതുകൊണ്ടുമാണെന്ന് മനസ്സിലാക്കി അങ്ങയോട് ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, ഞങ്ങൾക്കുള്ളതെല്ലാം അങ്ങ് ദാനമായി തന്നതാണെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് അങ്ങയുടെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും മഹത്വം മനസ്സിലാക്കി കൊളോസസ് 1:20 പറയുന്നത് പോലെ സ്വർഗത്തിലും ഭൂമിയിലുള്ളതുമെല്ലാം അവിടുന്ന് അവൻ വഴി തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. ഈ വചനത്തിൻ്റെ ശക്തിയാൽ തകർന്നു കിടക്കുന്ന കുടുംബ ബന്ധങ്ങളിലേക്കും സഹോദരങ്ങളിലേക്കും ഈശോയുടെ തിരുരക്തമൊഴുക്കി സമാധാനം സ്ഥാപിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ സ്തുതിച്ചപേക്ഷിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഏറ്റവും സ്നേഹനിധിയായ പിതാവേ, മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, ഉദരഫലം ഒരു സമ്മാനവും. സങ്കീർത്തനം 127:3. അതേ പിതാവേ, മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരു കുഞ്ഞിനു വേണ്ടി കണ്ണുനീരോടെ കാത്തിരിക്കുന്ന ഓരോ മക്കളെയും അവരുടെ ജീവിത പങ്കാളിയെയും പ്രത്യേകിച്ച് വെബ്സൈറ്റിലൂടെയും ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മകളിലൂടെയും ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ലോകം മുഴുവനുമുള്ള മക്കളില്ലാത്ത എല്ലാ മക്കളെയും യേശുവേ നിന്റെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു. വർഷങ്ങളോളമുള്ള അവളുടെ കാത്തിരിപ്പിനെ അവിടുന്ന് സഫലീകരിക്കണമേ. ഓ മാധുര്യവാനായ പിതാവേ, ഭ്രൂണഹത്യയെയും ഗർഭധാരണത്തെയും തടസ്സം നീക്കുന്ന എല്ലാ തടസ്സങ്ങളെയും നീക്കി ദൈവീക ചൈതന്യവും ആരോഗ്യവുമുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുവാൻ ഈ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അങ്ങനെ തിരുസഭയ്ക്ക് വിശുദ്ധരായ മക്കളെ പ്രദാനം ചെയ്യുവാൻ മക്കളില്ലാത്ത ഈ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ഈശോനാഥ, അങ്ങ് കരുതുന്നില്ലെങ്കിൽ ഞങ്ങൾ എത്ര കരുതിയാലും കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കുകയില്ല. ഈശോയെ, ഈ നിമിഷം ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരുടെയും മക്കളെ സമർപ്പിക്കുന്നു. ഈശോയെ, പലവിധ കാരണങ്ങളാൽ ഞങ്ങൾക്ക് അവരോടൊപ്പം സമയം ചെലവഴിക്കുവാനോ അവരുടെ ആവശ്യങ്ങൾ കേൾക്കുവാനോ സാധിക്കുന്നില്ല. പൊന്നീശോയെ, ആ നിമിഷങ്ങളിലെല്ലാം അങ്ങ് ഞങ്ങളുടെ മക്കളിൽ വന്ന് നിറയണമേ. ഈശോയെ, ഈ നിമിഷം TV-യിലൂടെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും നേഴ്സുമാരുടെ മക്കളുടെ കുറവുകളെ ഓർത്ത് അവർ വേദനിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ സ്വഭാവ വൈകല്യങ്ങളെ ഓർത്ത് അവർ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ, ഈശോയെ, ആ മക്കളെല്ലാം സൗഖ്യപ്പെടുത്തണമേ. അവരിൽ വിശുദ്ധി നിറയ്ക്കണമേ. അവരുടെ കുറവുകളെ ഏറ്റെടുക്കണമേ. അവരുടെ കുറവുകളിലേക്കെല്ലാം കാനായിലെ സമൃദ്ധി നൽകി അനുഗ്രഹിക്കണമേ. ഈശോയെ, ഈ നിമിഷം ലോകമാസകലമുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് ഞാനങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ സ്തോത്രം യേശുവേ. മനുഷ്യർക്ക് അസാധ്യമായത് സാധ്യമാക്കുന്നവനായ യേശുവേ, ജയിലുകളിൽ കഴിയുന്ന എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് കള്ളക്കേസുകളിൽ കുടുങ്ങിക്കിടക്കുന്നവരെയും, അറിവില്ലായ്മ കൊണ്ട് പറ്റിയ തെറ്റിനാൽ ശിക്ഷ അനുഭവിക്കുന്നവരെയും അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നാഥ, നീ അവരെ ഏറ്റെടുക്കണമേ. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന തിരുവചനത്തിൻ്റെ അനന്ത ശക്തിയാൽ അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കുവാൻ ശക്തിയുള്ള അങ്ങേ തിരുക്കരങ്ങൾ നീട്ടി അവരെ അനുഗ്രഹിക്കുവാൻ കൃപ ചെയ്യണമേ നാഥ. മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, എൻ മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, എൻ മനസ്സിൽ നീ വരണേ. അനന്തകാരുണ്യവാനായ എൻ്റെ ഈശോയെ, 2 കോടിയോളം വരുന്ന നേഴ്സുമാർ ഈശോയെ അറിഞ്ഞ് വിശുദ്ധരാകുവാനുള്ള ഞങ്ങളുടെ വിഷനെ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയിലൂടെ മാത്രം സഞ്ചരിച്ച് നിത്യജീവൻ്റെ അവകാശികളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യജീവിതത്തിലേക്കുള്ള ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾക്കുണ്ടാകുന്ന എല്ലാ ദുഷ്ചിന്തകളും, ഞങ്ങളെ വഴിതെറ്റിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും അവയുടെ പ്രവർത്തനങ്ങളെയും തിരിച്ചറിയുവാനുള്ള വിവേചന ശക്തി ഞങ്ങൾക്ക് നൽകിയാലും നാഥ, ലൗകികമായി ലോകത്തിൻ്റെ ആകർഷണ വലയത്തിൽ വീഴാതെ നിത്യവും അനശ്വരവുമായ നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ ലക്ഷ്യമാക്കി ഞങ്ങളെ നയിക്കണമേ. നാഥ, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും എന്ന തിരുവചനത്തിൻ്റെ യോഗ്യതയാൽ എല്ലാ അന്ധകാര ശക്തികളെയും തുരത്തുവാനും എല്ലാ നേഴ്സുമാരും അങ്ങയെ അറിഞ്ഞ് വിശുദ്ധരാകുവാനും ഞങ്ങൾ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ ഞങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കുമെന്ന വിശ്വാസത്താൽ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ സ്തോത്രം യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ സ്തോത്രം യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന യേശുവേ സ്തുതി യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ ആരാധന ഹല്ലേലൂയ 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 യേശുവേ സ്തോത്രം യേശുവേ സ്തോത്രം യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. സ്നേഹനിധിയായ ഈശോയെ, കൂട്ടം തെറ്റിയ ഒരാടിനു വേണ്ടി ബാക്കി 99 വിട്ട് ഓരി വരുന്ന ഞങ്ങളുടെ സ്നേഹമുള്ള അപ്പച്ച, ലോകം മുഴുവനുമുള്ള എല്ലാ നേഴ്സുമാരെയും അങ്ങേ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, ഈ നിമിഷം എല്ലാ നേഴ്സുമാരുടെയും ജീവിത വിശുദ്ധിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തെറ്റായ സ്നേഹബന്ധത്തിൽ അകപ്പെട്ടിട്ടുള്ളവർ, മദ്യത്തിനും മറ്റു ലഹരി പദാർത്ഥങ്ങൾക്കും അടിമപ്പെട്ട് കഴിയുന്നവർ, ആത്മഹത്യാ പ്രവണതയുള്ളവർ, സ്വന്തം നിലനിൽപ്പിന് വേണ്ടി മറ്റുള്ളവരെ ചതിക്കുന്നവർ, മറ്റു പല തെറ്റുകൾക്കും അടിമപ്പെട്ട് കഴിയുന്ന എല്ലാവരെയും പൊന്നു തമ്പുരാനെ, അങ്ങയുടെ തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരുരക്തം കൊണ്ട് കഴുകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ, ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ.
പിതാവിനോട് ചോദിക്കുന്നതെല്ലാം പിതാവ് പുത്രനിൽ മഹത്വപ്പെടുവാൻ വേണ്ടി ഞാൻ സാധിച്ചു തരുമെന്ന് വചനത്തിലൂടെ അരുളി ചെയ്ത ഈശോയെ, ഞങ്ങളുടെ എല്ലാ യാചനകളെയും എല്ലാ പ്രാർത്ഥനകളെയും യേശുനാമത്തിൽ പിതാവിന് സമർപ്പിക്കുന്നു. പൊന്നുതമ്പുരാനെ, ലോകം മുഴുവനുമുള്ള 2 കോടി നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും ഞങ്ങൾ പൂർണ്ണമായിട്ടും ഈ നിമിഷങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിച്ചതായ എല്ലാ കാര്യങ്ങളും ഈശോയെ നിൻ്റെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ, അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഞങ്ങളുടെ എല്ലാ യാചനകളും ചേർത്ത് വയ്ക്കുന്നു. ഈശോയെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്താലും പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയാലും ഞങ്ങളെ ഓരോ നിമിഷവും നീ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. പൊന്നുതമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ യാചനകളെയും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളെയും കേട്ട് ഞങ്ങൾക്കെല്ലാം നൽകിയ നല്ല ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് ആരാധിക്കുന്ന നിമിഷങ്ങളിൽ ഈശോയെ, അങ്ങയുടെ മുമ്പിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ ദൈവസ്നേഹം നിറച്ച് ഞങ്ങളെ അങ്ങ് സംരക്ഷിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, എല്ലാ യാചനകളും എല്ലാ പ്രാർത്ഥനകളും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ പരിശുദ്ധ കുർബാനയോട് ചേർന്നുകൊണ്ട് ഞങ്ങൾ ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ മുമ്പിലായിരിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം കേട്ട് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുധരി നിർമ്മലരാ ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനങ്ങൾ 31-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: കർത്താവെ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്! അവിടുന്ന് തൻ്റെ ഭക്തർക്ക് വേണ്ടി അവ ഒരുക്കി വെച്ചിരിക്കുന്നു. അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു. എൻ്റെ പേര് സോനിയ, ഹസ്ബൻഡ് പേര് ഫ്രാങ്ക്സൺ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായി. വിവാഹം കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തിന് ഖത്തർ എയർവേസിൽ ജോലി ലഭിക്കുകയും ഇങ്ങോട്ട് താമസം മാറ്റുകയും ചെയ്തു. എനിക്ക് 2.25 വർഷത്തിന് ശേഷമാണ് ഇങ്ങോട്ട് വരാൻ സാധിച്ചത്.
ഞങ്ങളിവിടെ ഖത്തറിൽ ഞങ്ങളുടെ സിസ്റ്ററിൻ്റെ കൂടെയാണ് താമസം. എനിക്ക് PCOD ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് 2 വർഷക്കാലമായി മെഡിക്കേഷൻസ് എടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വന്ന ഉടനെ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി. ഞങ്ങളുടെ ഫസ്റ്റ് പ്രഗ്നൻസിയാണിത്. വീട്ടിലെല്ലാവരും ഹാപ്പി ആയിരുന്നു, ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു. 8 വീക്സിന് ശേഷം ഞങ്ങൾ ആദ്യ സ്കാൻ ചെയ്യാൻ പോയപ്പോൾ സ്കാനിങ്ങിൽ യോഗ് സാക്ക് മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. ഫീറ്റൽ ഡെവലപ്മെൻറ്റ്സോ ഹാർട്ട് ബീറ്റോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 2 വീക്കിന് ശേഷം റിപ്പീറ്റ് സ്കാനിങ്ങിന് വരാൻ വേണ്ടി ഞങ്ങളോട് പറഞ്ഞിരുന്നു. അത് കേട്ടപ്പോൾ തന്നെ ഞാൻ ആകെ ഡിപ്രസ്ഡായി. വീട്ടിൽ വന്ന് എല്ലാവരോടും പറഞ്ഞപ്പോൾ എല്ലാവർക്കും വളരെ ഡിസപ്പോയിൻറ്റഡ് ആയി. അറിഞ്ഞവരെല്ലാവരും പറഞ്ഞു ശരിക്കും പ്രാർത്ഥിക്കണം, കാരണം 2 ആഴ്ചയ്ക്കുള്ളിൽ ഒന്നില്ലെങ്കിൽ ഫീറ്റൽ ഡെവലപ്പ് ആകാം, അല്ലെങ്കിൽ അബോർഷനായി പോകാം. എന്നോട് എല്ലാവരും ശരിക്കും പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, സർവശക്തനായ ദൈവത്തിന് ഈ കുഞ്ഞിനെ നൽകാൻ പദ്ധതി ഇട്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അവനെ തന്നിരിക്കും. അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രാർത്ഥനയുമായിരുന്നു എൻ്റെ 2 ആഴ്ചക്കാലമുള്ള ശക്തി. എൻ്റെ സിസ്റ്റർ നഴ്സസ് മിനിസ്ട്രിയിൽ സജീവ അംഗമായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഞാനും എൻ്റെ സിസ്റ്ററിനെ കൂടെ എല്ലാ സാറ്റർഡേയും നഴ്സസ് മിനിസ്ട്രിയിലെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പോകുമായിരുന്നു. അവരോടും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരുന്നു. 2 ആഴ്ച റിപ്പീറ്റ് സ്കാനിങ്ങിൻ്റെ തലേ ദിവസം ശനിയാഴ്ച ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി ശരിക്കും പ്രാർത്ഥിച്ചിരുന്നു, പ്രത്യേകമായി പ്രാർത്ഥിച്ചിരുന്നു. സ്കാനിങ്ങിന് പോയി അത്ഭുതമെന്ന് പറയട്ടെ, ഞാൻ ഫീറ്റൽ ഹാർട്ട് ബീറ്റ് കേൾക്കുക മാത്രമല്ല കാണുകയും ചെയ്തിരുന്നു. പ്രൈസ് ദ ലോർഡ്. ഞാൻ അതിൻ്റെ സ്കാനിങ്ങിൽ ഒരു ചെറിയ യൂട്രിൻ ഹെമറ്റോമ കൂടി ഉണ്ടായിരുന്നു. തുടർന്നുള്ള പ്രാർത്ഥനയിൽ അതും പൂർണ്ണമായി സൗഖ്യമായി. ഈ കാരുണ്യത്തിൻ്റെ വർഷത്തിൽ കാരുണ്യവാനായ ദൈവം എനിക്ക് കരുണ നൽകുകയും ഉദരഫലം എന്ന ഒരു വലിയ സമ്മാനം എനിക്ക് നൽകുകയും 39 വീക്സ് വരെ യാതൊരു കോംപ്ലിക്കേഷൻസോ യാതൊരു ബുദ്ധിമുട്ടുകളോ ഇല്ലാത്തൊരു നോർമൽ ആൻഡ് ഹെൽത്തി പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തതിനെ ഓർത്ത് ഞാൻ സർവശക്തനായ ദൈവത്തിന് കോടാനുകൂടി നന്ദി അർപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഒരു നേഴ്സ് അല്ലാതിരുന്ന എന്നെ നഴ്സസ് മിനിസ്ട്രിയിലേക്ക് സ്വീകരിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സപ്പോർട്ടും ചെയ്ത ഖത്തർ നഴ്സസ് മിനിസ്ട്രിയിലെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ദിവ്യകാരുണ്യ ആരാധനയിലൂടെ ഈശോ നമ്മുടെ ജീവിതത്തെ ധാരാളമായി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. എത്ര വലിയ സന്തോഷവും സമാധാനവുമാണ് നമ്മുടെ ഹൃദയത്തിൽ നിറയുന്നത് അല്ലേ? പ്രിയമുള്ള നഴ്സുമാരെ, ഈശോ നമ്മുടെ ജീവിതത്തിൽ നിറച്ച ഈ സന്തോഷവും സമാധാനവും മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുമ്പോഴാണ് ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകുന്നത്. ഈ ലോകം മുഴുവനിലുമുള്ള സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുക എന്ന തിരുസഭയുടെ ദൗത്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം നഴ്സുമാർ. കാരണം ജനനത്തിലും മരണത്തിലും ജീവിതത്തിലെ വേദനയുടെ ഓരോ ഘട്ടത്തിലും നമ്മുടെ കരങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് അവർ. നമ്മെ ഇത്രയധികം സ്നേഹിക്കുന്ന പരിപാലിക്കുന്ന ആ ദൈവത്തെ അവർക്ക് പങ്കുവെച്ചു കൊടുക്കേണ്ട സമയമാണത്. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്ത ഓരോ രോഗിയും ദൈവത്തെ കണ്ടുമുട്ടുന്ന സ്ഥലമായി മാറണം നമ്മുടെ ആശുപത്രികൾ. അതിനായി ലോകമെമ്പാടുമുള്ള സകല നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ
ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.